മഞ്ഞുമല ബോയ്സ്. ലോകത്തെ തന്നെ നെട്ടിപ്പിച്ച് കളഞ്ഞ ഒരു സിനിമയാണ് മഞ്ഞുമല ബോയ്സ്. ആർക്കെങ്കിലും അതിൻ്റെ യഥാർത്ഥ കഥയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലോകത്തെ തന്നെ നെട്ടിപ്പിച്ച മഞ്ഞുമല ബോയ്സ് എന്ന് പറയുന്ന ചരിത്രത്തിലേക്കാണ് ഇന്ന് നാം കടന്നു പോകുന്നത്. അതിനു മുൻപായി നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മഞ്ഞുമല ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ തുടക്കത്തിൽ, അല്ലെങ്കിൽ തുടക്കം എന്ന് പറയുന്നത് 1994-ലാണ്. 1994-ൽ അന്ന് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട കൂട്ടുകാരന്മാരായിരുന്നു അവർ. തൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ സന്തോഷത്തിലൂടെ കൂടിയായിരുന്നു അന്ന് ആ ഗുഹയിലൂടെ, അല്ലെങ്കിൽ കക്ല എന്ന് പറയുന്ന ഗുഹയുടെ മുകളിലൂടെ അവർ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെയേറെ പേടിയോട് കൂടിയായിരുന്നു അവർ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ കാലൊന്ന് വഴുതുകയും അതോടുകൂടി അന്ന് ആ ഗുഹയിൻ്റെ ഉള്ളിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ ആ ഗുഹയുടെ ഉള്ളിൽ പോയ ആരും പിന്നീട് തിരിച്ചു വന്നിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. ലോകത്തെ തന്നെ നെട്ടിച്ചൊരു ഗുഹയായതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ പോലീസിൽ അറിയിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തൻ്റെ കൂട്ടുകാരന് വേണ്ട സഹായങ്ങൾ ഒരുക്കുകയും അദ്ദേഹത്തെ തിരിച്ചെടുക്കുകയും വേണമെന്നുള്ള ഒരു റിപ്പോർട്ടാണ് അന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ പോലീസുമാർ അവരോട് കൃത്യമായി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ കൊണ്ടുപോയി ചതിക്കാൻ, അല്ലെങ്കിൽ അവയെ മരണക്കുഴിയിൽ കൊണ്ട് ഇട്ടതല്ലേ എന്ന് പോലും അന്ന് ചോദിക്കുന്നുണ്ട്. അത്രയും മോശമായ തരത്തിലാണ് അന്ന് പോലീസ് അതിൽ ഇടപെടുന്നത്. പക്ഷേ ആ കൂട്ടുകാരന്മാർ അതിന് വിട്ടുകൊടുത്തില്ല. അവർ അതിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു. തൻ്റെ കൂട്ടുകാരനെ എങ്ങനെയെങ്കിലും പുറത്തെടുക്കണമെന്നുള്ള ഒരു ബോധമായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യൻ്റെ മുഖത്ത് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്രയും പെട്ടെന്ന് അവരെ പുറത്തെടുത്തേ മതിയാകുള്ളൂ. അതായിരുന്നു അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ചിന്താഗതി എന്ന് പറയുന്നത്. അതിനുവേണ്ടി അവർ ഒരുപാട് പരിശ്രമിക്കപ്പെടുകയും ചെയ്തു. ഇത് പിന്നീട് ലോകം അറിയപ്പെട്ടത് ഒരു വലിയ ഗുഹച്ചാട്ടമായിരുന്നു, അഥവാ മഞ്ഞുമല ബോയ്സ്. ലോകത്തെ തന്നെ നെട്ടിച്ച ഈ സിനിമ ഇന്ന് തിയേറ്ററുകളിൽ കത്തിത്തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ പറയണം, മഞ്ഞുമല ബോയ്സ് എന്ന് പറയുന്ന ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. ആ കൂട്ടുകാരന്മാർ, അന്ന് ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ട കൂട്ടുകാരന്മാർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ആ സിനിമയെ എത്രമാത്രം ആളുകളെ മുന്നിലേക്ക് എത്തിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ അത്രമാത്രം ആ സിനിമയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ലോകത്തെ തന്നെ നെട്ടിപ്പിച്ച ഏറ്റവും വലിയ സിനിമ എന്ന ഒരൊറ്റ മാറ്റത്തോടു കൂടി ഇന്ന് കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും കത്തിത്തിളങ്ങി നിൽക്കുന്ന ഒരു സിനിമ എന്ന പേരിലേക്കൊക്കെ ഇത് എത്തിപ്പെടുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കേണ്ടി വരുന്നു. കാരണം മഞ്ഞുമല ബോയ്സ് എന്ന് പറയുന്ന ഒരുപാട് ലോകത്തെ തന്നെ കീഴടക്കിയ ഗുഹകൾ, അതിൻ്റെ വീഡിയോസ് ഇനിയും നിങ്ങളുടെ ചാനൽ വരും. എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നല്ല നല്ല വീഡിയോസിന് വേണ്ടി നിങ്ങളും കാത്തിരിക്കുക. ഞാനും കാത്തിരിക്കും. ഒരു കഥ സല്ലി സാ ഗോയിങ്.